ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികൾക്ക് സഹായം നൽകിയ 2 പേരെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തു. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം. ഇസ്രയേലിൽ പ്രത്യാക്രമണം നടത്തി ഇറാൻ. കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഇറാനിലെ വ്യോമാക്രമണത്തിൽ US പ്രസിഡന്റിനെ പ്രശംസിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കേരളത്തിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ഒരുക്കങ്ങൾ പൂർണ്ണം. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഭീകരതയെ ചെറുക്കുന്നതിൽ ആഗോള സമവായം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുരാഷ്ട്ര പര്യടനം നടത്തും. ബ്രസീലിൽ 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മൊറോക്കോ, അർജന്റീന, ബ്രസീൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലാണ് ശ്രീ മോദി സന്ദർശനം നടത്തുക. പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് സഹായം നൽകിയ 2 പേർ പിടിയിൽ. ബെഡ്കോട്ട് സ്വദേശി പർവേസ് അഹമ്മദ് ജോത്തർ, പഹൽഗാമിലെ ഹിൽ പാർക്ക് സ്വദേശി ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 ആയുധധാരികളായ തീവ്രവാദികളുടെ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചതായി NIA പറഞ്ഞു. നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുമായി ബന്ധമുള്ള പാകിസ്ഥാൻ പൗരന്മാരാണ് അക്രമികളെന്നും പിടിയിലായവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന അധിക ജലം കൊണ്ടുപോകാൻ രാജസ്ഥാനിൽ നിന്ന് കനാൽ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദത്തിനെതിരെ സഹിഷ്ണുതയില്ലാത്ത നയം തുടരുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ ഇറാന്റെ പ്രത്യാക്രമണം. ഹൈഫ ഉൾപ്പെടെ ഇസ്രയേലിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി 30-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചു. ആക്രമണം ഇസ്രയേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 കുട്ടികൾ ഉൾപ്പെടെ 16 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളിലാണ് US ആക്രമണമുണ്ടായത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആണവോർജ്ജ സംഘടന. ആണവ നിലയങ്ങൾക്ക് സമീപമുള്ളവർക്ക് വികിരണമേറ്റതിന്റെ ലക്ഷണങ്ങളില്ലെന്നും ടെഹ്റാൻ ഏജൻസി പറഞ്ഞു. രാജ്യത്തെ ആണവ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നിയമപരമായ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. അതേസമയം US വ്യോമാക്രമണത്തെ തുടർന്ന് ആണവ കേന്ദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ വികിരണ അളവിൽ വർധനവുണ്ടായിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ സംഘവും അറിയിച്ചു. സംഘർഷം തുടരുന്ന ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. ഇതുവരെ 1117 ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ സഹായിച്ചതിന് നേപ്പാളും ശ്രീലങ്കയും ഇന്ത്യയോട് നന്ദി അറിയിച്ചു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്നലെ ഇറാനിൽ നിന്നും എത്തിയ സംഘത്തിൽ മലയാളി വിദ്യാർത്ഥിയും ഇറാനിൽ 2ാം സെമസ്റ്റർ MBBS വിദ്യാർത്ഥിനിയായ മലപ്പുറം മുടിക്കോട് സ്വദേശി ഫാദില കച്ചക്കാരനാണ് ഇന്നലെ കൊച്ചിയിലെത്തിയത്. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ലഭിച്ചതായി ഫാദില പറഞ്ഞു. അവിടുന്ന് പോരുമ്പോൾ രാത്രി അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ എംബസി ഒപ്പം ഉണ്ടായതുകൊണ്ട് ഓരോ സ്ഥലത്തേക്ക് സേഫ് ആയിട്ട് റീലൊക്കേഷൻ ഒക്കെ നടത്തിയിരുന്നു. ഇങ്ങനെ രാത്രി സൗണ്ട് ഇങ്ങനെ കേൾക്കും നമുക്ക്. ഇങ്ങനെ പിന്നെ എല്ലാവരും ഒപ്പം ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കണ, അവർക്കൊന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സഹകരണത്തോടെ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചി. സമാധാനത്തിനും സുരക്ഷയ്ക്കുമായുള്ള UN ചാർട്ടർ, ആണവ നിർവ്യാപന ഉടമ്പടി തുടങ്ങിയവ US ലംഘിച്ചതായി അദ്ദേഹം ആരോപിച്ചു. ആക്രമണങ്ങൾക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള US പ്രസിഡന്റിന്റെ തീരുമാനത്തെ പ്രശംസിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ട്രംപിന്റെ നീക്കം ചരിത്രം തിരുത്തിക്കുറിക്കുന്നതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. അതേസമയം ഇറാനെതിരായ US ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. തലസ്ഥാനമായ റായ്പൂരിലും നാരായൺപൂർ ജില്ലയിലും നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഛത്തീസ്ഗഡിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഡയറക്ടർ ജനറലുമായും അഡീഷണൽ ഡയറക്ടർ ജനറലുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ വോട്ടും തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടും എണ്ണും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. സ്ഥലത്ത് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന കുട്ടനാട്ടിൽ സ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കഴിഞ്ഞ മാസം അവസാനം തുടങ്ങിയ വെള്ളപ്പൊക്ക ദുരിതമാണ് ഇപ്പോഴും കുട്ടനാട്ടുകാർ അനുഭവിക്കുന്നത്. ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. റോഡുകൾ തോടുപോലെയും. കഴിഞ്ഞ ഒരാഴ്ചയായി കുട്ടനാട്ടിലെ ട്യൂഷൻ സെന്ററുകൾ പോലും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. വെള്ളപ്പൊക്ക ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ജനം പ്രതിഷേധവും തുടങ്ങി. വെളിയനാട് UDFന്റെ നേതൃത്വത്തിൽ വെള്ളം കയറിയ റോഡിൽ ചെറുവള്ളങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ന് ലോക മഴക്കാട് ദിനം. 2017 റെയിൻ ഫോറസ്റ്റ് പാർട്ട്ണർഷിപ്പാണ് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കാലാവസ്ഥ, ജൈവവൈവിധ്യം, സംസ്കാരം, ഉപജീവന മാർഗം എന്നിവയ്ക്കായി മഴക്കാടുകളുടെ പ്രാധാന്യം ആഘോഷിക്കുകയും അവയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30-ക്കാണ് മത്സരം. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 209 റൺസ് എന്ന നിലയിലാണ്. 100 റൺസോടെ ഒല്ലി പോപ്പും റൺസൊന്നുമെടുക്കാതെ ഹാരി ബ്രൂക്കും ക്രീസിലുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 471 റൺസിന് അവസാനിച്ചിരുന്നു. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒളിമ്പിക് ഡേ റൺ സംഘടിപ്പിച്ചു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ പങ്കെടുത്തു. 2036 ഒളിമ്പിക് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഡൽഹി പൂർണ്ണ സജ്ജമാണെന്ന് ശ്രീമതി രേഖ ഗുപ്ത പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലറ്റി നാളെ ഇന്ത്യയിലെത്തും. സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, S. ജയശങ്കർ എന്നിവരുമായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ക്രൂ ഷെഡ്യൂളിംഗിൽ ഗുരുതര വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ എയർ ഇന്ത്യയ്ക്ക് DGCAയുടെ നിർദ്ദേശം. ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 3 മുതിർന്ന ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്താനാണ് നിർദ്ദേശം. ജീവനക്കാരുടെ വിശ്രമം, ലൈസൻസിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് കമ്പനിയിലുണ്ടായ ഗുരുതരമായ വീഴ്ചകൾക്ക് ഈ ഉദ്യോഗസ്ഥർ കാരണക്കാരായതായി DGCA വ്യക്തമാക്കി. 6ാമത് ചൈന ദക്ഷിണേഷ്യ സഹകരണത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അനൗപചാരിക യോഗം ചേർന്നു. പരസ്പര വിശ്വാസം, മേഖലയിലെ സമാധാനം, സമൃദ്ധി, സ്ഥിരത തുടങ്ങിയവ ശക്തമാക്കാനുള്ള നടപടികൾ ചർച്ചയായതായി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികൾക്കായി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാർ നൽകുന്നതിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ പ്രവർത്തനം, പരിസ്ഥിതി, കായികരംഗം, കലയും സംസ്കാരവും, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയിൽ കഴിവ് തെളിയിച്ച 18 വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണ് രാഷ്ട്രപതി പുരസ്കാരം നൽകുക. നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികൾക്ക് സഹായം നൽകിയ 2 പേരെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തു. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം. ഇസ്രയേലിൽ പ്രത്യാക്രമണം നടത്തി ഇറാൻ. കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഇറാനിലെ വ്യോമാക്രമണത്തിൽ US പ്രസിഡന്റിനെ പ്രശംസിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി. നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കേരളത്തിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ഒരുക്കങ്ങൾ പൂർണ്ണം. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.